ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ശ്രദ്ധിക്കുക. RRB NTPCയുടെ വിജ്ഞാപനം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക്, അതുപോലെ തന്നെ +2 ഡിഗ്രി ഹോൾഡേഴ്സിനാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുണ്ട്, അതുപോലെ സീനിയർ ക്ലർക്കിൻ്റെ പോസ്റ്റുണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ പോസ്റ്റുണ്ട്, ട്രാഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റുണ്ട്. അതിൻ്റെ ഏജ് ബാർ വരുന്നത് 18-33 ആണ്. ഇതിൽ റിസർവേഷൻസ് ഒക്ടോബർ 21-ാം തീയതി ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെ ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നോർമലി നമ്മൾ RRBകൾ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ ആകെ ഇന്ത്യയിൽ 21 എണ്ണമുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഇപ്പോൾ തിരുവനന്തപുരം RRB, അതുപോലെ ബാംഗ്ലൂരുണ്ട്, ചെന്നൈ, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഒരു RRBയിലേക്ക് മാത്രമേ ഒരു സമയം ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rrbtiruvananthapuram.gov.in. +2 ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. +2വിനുള്ള കാറ്റഗറി മാത്രമേ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അസിസ്റ്റൻറ്റ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, ട്രെയിൻസ് ക്ലർക്ക് മുതലായ പോസ്റ്റുകളാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്ടോബർ 28 മുതൽ നവംബർ 27 വരെ ആയിരിക്കും. ആ സമയത്തെ അത് ഓപ്പൺ ആവുള്ളൂ. അതിൽ ഇതിൻ്റെ ഏജ് ബാർ 18-30 ഉണ്ടാക്കും. പെൺകുട്ടികൾക്ക് ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. ഇനി നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഏജ് ബാർ 18-33 മാറും കിട്ടും. അതായത് ഡിഗ്രി ഇട്ട് അതേ ഏജ് ബാർ തന്നെയാണ്. പക്ഷേ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഒക്ടോബർ 31 മുതൽ നവംബർ 30. നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ഉയർന്ന പ്രായപരിധിയിൽ OBCക്ക് 3 വർഷത്തെ റിസർവേഷനും 5 വർഷത്തേക്ക് SC/ST വിഭാഗത്തിനുമുണ്ട്. അപ്പോൾ 33 വയസ്സൊന്ന് കൊടുത്താൽ പോലും ഡിഗ്രി ആണെങ്കിൽ 38 വയസ്സ് വരെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് 38 വയസ്സ് വരെ SC/ST വിഭാഗത്തിന് കൊടുക്കുക. OBCക്ക് ആണെങ്കിൽ 36 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ അതിലേക്കും +2 ആണെങ്കിൽ അതാത് വിഭാഗത്തിലേക്കും കൊടുക്കണം. ഇനി ഡിഗ്രിക്കാർക്ക് +2 വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാത്സ്, റീസണിങ്, കമ്പ്യൂട്ടർ, ജനറൽ അവയർനെസ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഇതിൻ്റെ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും ആണ്. അതുപോലെ കമ്പ്യൂട്ടർ പേപ്പറും, അതുപോലെ ജനറൽ അവയർനെസ്സിൽ എല്ലാ സെക്ഷനിൽ നിന്നുള്ള ചോദ്യം വരും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, എക്സെട്ര. അപ്പോൾ ഇത് വിനിയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക.